അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആർത്തവം ഉണ്ടാകുന്നതാണ് ഈ ആദ്യത്തെ ആഴ്ചയുടെ ഒരു പ്രത്യേകത. മറ്റൊരു ജോലി കൂടെ ഈ മയോമെട്രി എന്ന് പറയുന്ന ലെയറിനുണ്ട്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവ വേദന തുടങ്ങുന്നതും ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ കാരണമാണ്. ഈ മസിൽസ് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഫാഷനിൽ കോൺട്രാക്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ വെളിയിലേക്ക് പുറന്തള്ളുന്നത്. ഏറ്റവും വെളിയിലത്തെ ലെയറിനെ വിളിക്കുന്നതാണ് പെരിമെട്രിയം. അത് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ്. അപ്പോൾ ഈ എൻഡോമെട്രിയം ഷെഡായി പോവുക എന്നുള്ളതാണ് ആർത്തവ ചക്രത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ 1 to 3 ഡേയ്സിൽ സംഭവിക്കുന്നത്. 4th ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്ത് നമുക്കറിയാം ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഓവറി എന്ന് പറഞ്ഞാൽ എഗ്ഗുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാഗാണ്. 2 ഓവറീസ് ആണ് ഒരു സ്ത്രീക്ക്, ഒരു ഹെൽത്തി ആയ ഒരു സ്ത്രീക്കുള്ളത്. അപ്പോൾ ഒരു 4, 5, 6 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ 2 ഓവറികളിൽ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് ഒരു മുട്ട സെലക്ട് ചെയ്യപ്പെടുന്നു, ഒരു ഫോളിക്കിൾ സെലക്ട് ചെയ്യപ്പെടുന്നു. ഈ ഫോളിക്കിളിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ആദ്യത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നത്. ഒരു 7th ഡേ 8th ഡേ ഓഫ് ദ സൈക്കിളൊക്കെ ആകുമ്പോഴേക്കും ആ എഗ്ഗ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഈ എഗ്ഗ് ഹെൽത്തി ആയിട്ട് വിരിയുമ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബേബിയെ നിങ്ങൾക്ക് ലഭിക്കുന്നത്.